തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. സമസ്തപൂരിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സമസ്തപൂരിലും ബെഗുസാരായിലുമാണ് തെരഞ്ഞെടുപ്പ് റാലികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതമൊട്ടാകെ ഉറ്റുനോക്കുകയാണ് ബീഹാറിൽ ഏതൊക്കെ റാലികളിലാണ് ഇന്ന് നരേന്ദ്രമോദി പങ്കെടുക്കുക? അണികളെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം ആവേശകരമല്ലേ? അശ്വതി, തീർച്ചയായും ബീഹാറിൽ NDA സഖ്യത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ എത്തുന്നത്. ബീഹാറിൽ 2 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. അദ്ദേഹത്തിന്റെ റാലി ആരംഭിക്കുന്നത് കർപ്പൂരി ഗ്രാമത്തിൽ നിന്നാണ്. അവിടെയും മുൻ ബീഹാർ മുഖ്യമന്ത്രി ജനനായക് ഭാരത് രത്ന കർപ്പൂരി താക്കൂറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. തുടർന്ന് സമസ്തപുരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ബഹുസറായിൽ നടക്കുന്ന പൊതു റാലിയിലും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് നമുക്കറിയാം 10,000-കണക്കിന് ജനങ്ങളാണ് എത്തുക. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. NDA സംബന്ധിച്ച് ബീഹാറിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എൻട്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള നേതാവ് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന് ആകെ 12 റാലികളാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മാസം 30-ന് റാലിയുണ്ട്. ഒപ്പം 1, 2 തീയതികളിൽ വിവിധ മേഖലകളിലായി പട്നയിലും നളന്ദ, ഗയ, ഇന്നിപ്പോൾ ബഹുസരായി, സമസ്തപുരി, അങ്ങനെ വിവിധ മേഖലകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ബീഹാറിലുള്ളത്. കൂടാതെ BJPയുടെ താരപ്രചാരകരായിട്ടുള്ള അമിത്ഷാ, യോഗി ആദിത്യനാഥ്, JP നദ്ദ, ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി നിരവധി നേതാക്കളുടെ റാലികൾ ക്രമീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം മുസഫ്ര നഗറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചിരുന്നു. 243 അംഗ നിയമസഭയിൽ 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ JDUവുമാണ് മത്സരിക്കുന്നത്. 27 സീറ്റുകളിൽ ലോക് ജനശക്തി പാർട്ടി, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും മത്സരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തി പ്രാപിക്കുമ്പോൾ തമ്മിലടിച്ചുകൊണ്ട് തകർന്ന അവസ്ഥയിലാണ് മഹാഗഡ്ബന്ധൻ, മഹാസഖ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ സഖ്യമുള്ളത്. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും കോൺഗ്രസിനെ കണക്കിലെടുക്കാത്ത തീരുമാനങ്ങൾ RJD കൈക്കൊണ്ടു. 143 മണ്ഡലങ്ങളിലാണ് RJD മത്സരിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന 5 സീറ്റുകളിലും RJD സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുന്ന പോസ്റ്ററുകളിൽ പോലും കോൺഗ്രസിനെയോ രാഹുലിനെയോ ഉൾപ്പെടുത്താൻ RJD തയ്യാറായിട്ടില്ല. അത്തരത്തിൽ പരസ്പരം തമ്മിലടിച്ച് പോരാട്ടം തുടങ്ങുന്നതിന് മുൻപേ തന്നെ തമ്മിലടിച്ച് തീരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി നേതാവ് ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. എല്ലാറ്റിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും അന്തിമമായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാ കാര്യങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും, പരിഹരിക്കും, മുന്നോട്ട് പോകും. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൂടിയാലോചിക്കും, വ്യക്തിഗതമായിട്ട് തന്നെ ആലോചിക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുന്നണി രാഷ്ട്രീയത്തിൽ. ആ നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. PMC പദ്ധതി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ അതിനോട് വിയോജിപ്പുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം അതാത് ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതാണ് ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് തെറ്റായിട്ടുള്ള നിലപാടുകൾ. ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെയെല്ലാം കളങ്കപ്പെടുത്താം, ദുർബലപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന വലതുപക്ഷങ്ങളുണ്ട്. ആ വലതുപക്ഷത്തിൻ്റെ നിലപാടുകളൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തും ശക്തിയും നേടി മുന്നോട്ട് പോകും. അതെ, ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. BJP നയിക്കുന്ന RSS ആണ്. RSS അവരുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ എതിരായി പോരാടിക്കൊണ്ടാണ് ഇടതുപക്ഷവും മതേതര ജനാധിപത്യ ശക്തികളുമെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ പ്രവർത്തിക്കുകയല്ലേ.
RSSൻ്റെ കാവ്യ രാഷ്ട്രീയത്തിനെതിരായിട്ടല്ലേ നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഈ രാഷ്ട്രീയമായി ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. വളരെ സങ്കുചിത വലയത്തിനകത്ത് നിന്നുകൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത്. ഇടതുപക്ഷം ശരിയായ നിലയിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ജനതാൽപര്യങ്ങളോടൊപ്പമായിരിക്കും, ജനകീയ താൽപ്പര്യങ്ങളോടൊപ്പമായിരിക്കും എന്നും ഇടതുപക്ഷം.